ഒഡീഷ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കിടെ അപകടം. 500-ലേറെ പേർക്ക് പരിക്ക്. നിരവധി പേരുടെ നില ഗുരുതരമെന്ന് റിപ്പോർട്ട്. വിവരങ്ങളുമായി രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നു. രുജീഷ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് നിലവിലെ സാഹചര്യം? സോന, ഇന്ന് രാവിലെ തന്നെ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, പ്രധാനപ്പെട്ട ചടങ്ങ്, ഈ രഥ വലിച്ചുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രമായ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടിജ ക്ഷേത്രത്തിലേക്കുള്ള രഥഘോഷയാത്രയാണ്. ഇത് നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം കുംഭമേളക്ക് സമാനമായി അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം. ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി എത്തിയിരുന്നു. ഈ രഥം വലിക്കുന്നതിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഇപ്പോൾ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. 500-ലേറെ പേർക്ക് പരിക്കേറ്റതിൽ 8 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് നിസാര പരിക്കേറ്റെങ്കിലും കൂടുതൽ ആളുകൾ ശ്വാസ തടസ്സമൊക്കെ അനുഭവപ്പെട്ട നിരവധി ആളുകൾ അവിടെയുണ്ട്. അതുകൂടാതെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 8 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 10,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ആളുകൾ തിക്കിലും തിരക്കിലുള്ള തടയാൻ എന്തായാലും സാധിച്ചില്ല. ഈ കയറ് കെട്ടി ഈ രഥം വലിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങാണ് നടക്കുന്നത്. കാരണം ഇതൊരു 3 കിലോമീറ്ററോളം ദൂരമുള്ള സ്ഥലമാണ്. ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടിജ ക്ഷേത്രത്തിലേക്ക് ഏകദേശം 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവിടേക്ക് ഈ 3 രഥങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങാണ് പ്രധാനമായും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിയിരുന്നത്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി നടന്നിരുന്നു എങ്കിൽ കൂടി ഇതിൽ പ്രധാനപ്പെട്ട രഥം, ഈ 3 രഥങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട രഥം വലിക്കുന്ന കയറിന് സമീപത്തായി നിരവധി ആളുകൾ ഈ രഥം വലിക്കാനായി എത്തുകയും അതൊരു തിരക്കിലേക്ക് പോവുകയുമായിരുന്നു. ആളുകളെ പിന്തിരിപ്പിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. നിരവധി ആളുകൾ അതിനിടയിൽ തിക്കിലും തിരക്കിലും വിട്ട് വീഴുന്നുണ്ടായിരുന്നു. ഇവരെ പലരെയും പുറത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടായി. എന്തായാലും 8 പേരുടെ നിലയാണ് ഗുരുതരം എന്ന് ഇപ്പോൾ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റാളുകളെയും ഇത്തരം അപകടത്തിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഉത്സവത്തിന്റെ ചടങ്ങുകൾക്ക് മറ്റ് തിരിച്ചടികളൊന്നും നിലവിൽ ഇല്ല. ആ ചടങ്ങുകളെല്ലാം അതുപോലെ തന്നെ നടന്നു പോവുകയാണ്. പക്ഷെ അതിനിടയിൽ ഉണ്ടായ ഒരു സംഭവം വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ഏകദേശം 3 കിലോമീറ്റർ പരിധിയിൽ നിരവധി ആളുകളാണ്. ആ പരിസരത്തുള്ള എല്ലാ റോഡുകളും നിറഞ്ഞു കവിയുന്ന തരത്തിലായിരുന്നു ഇത്തവണയും ഉത്സവം നടക്കുന്നത്. നൂറ്റാണ്ടുകളായി നടക്കുന്ന ഉത്സവമാണ്. ആ തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം. എന്തായാലും നിലവിൽ 8 പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരം എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത്. 500-ലധികം ആളുകൾക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. രുജീഷ്, വൻ ജനാവലിയെ നിയന്ത്രിക്കുന്നതിൽ പാളിച്ച സംഭവിച്ചതായിട്ടുണ്ടോ? സുരക്ഷാ വീഴ്ചയുണ്ടോ? ഇല്ല, കാരണം സാധാരണഗതിയിൽ ഇത്തരം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അനുവദിക്കുന്ന തരത്തിൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. 10,000-കണക്കിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. കാരണം നേരത്തെ ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഉള്ള മുന്നൊരുക്കങ്ങളെല്ലാം ആ തരത്തിൽ തന്നെയാണ് പോയത്. പക്ഷേ ഈ തിരക്ക് അത് അനിയന്ത്രിതമായ ഒരു തിരക്കായി വന്നിരിക്കുകയായിരുന്നു. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഈ ഒരു ചടങ്ങ് തുടങ്ങിയത് മുതൽ തന്നെ ആ പ്രദേശമാകെ തന്നെ ആളുകൾ നിറഞ്ഞു കവിയുന്ന ഒരു തരത്തിലേക്ക് പോയിരുന്നു. പക്ഷേ 10,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇത് നിയന്ത്രിക്കാനാകുമെന്ന് തന്നെയായിരുന്നു കരുതിയത്. പക്ഷേ ഈ രഥം വലിക്കുന്നതിന്റെ ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ആ കയർ വലിക്കുന്ന ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ ഒരേ സമയം എത്തിച്ചേരുകയായിരുന്നു. അത് നിയന്ത്രിക്കാൻ അവിടെയുള്ള പോലീസിന് സാധിച്ചില്ല. അവിടെ എന്താണ് പാളിച്ച ഉണ്ടായത് എന്നത് വീണ്ടും ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാവൂ. പക്ഷേ നിലവിൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. പക്ഷേ 8 പേരുടെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നിലവിൽ ഉള്ള തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം ആളുകളെ, പ്രത്യേകിച്ച് രഥത്തിന്റെ ഭാഗത്ത് നിന്ന് ആളുകളെ പരമാവധി ആളുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം നിരവധി ആളുകൾക്കാണ് ആ രഥത്തിന്റെ സമീപത്തുള്ള നിരവധി ആളുകൾക്കാണ് ഈ പരിക്കേറ്റിരിക്കുന്നത്. 500-ലധികം ആളുകൾക്ക് പരിക്കേറ്റപ്പോൾ തന്നെ ആ പരിക്കേറ്റവരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ആ സ്ഥലത്തേക്ക് എത്താതിരിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണോ ഇപ്പോൾ?
സാഹചര്യം നിയന്ത്രണ വിധേയമാണ്. ചടങ്ങുകൾ നേരത്തെ തീരുമാനിച്ചതുപോലെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇനി അധികം ദൂരമില്ല. കാരണം ഗുണ്ടിജ ക്ഷേത്രത്തിലേക്ക് ഈ രഥം എത്തിച്ചേരുന്നതിന് അധികം ദൂരമില്ലാത്ത തരത്തിലാണ് നിലവിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഈ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് ഈ രഥങ്ങൾ ഗുണ്ടിജ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് ഈ പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ചടങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ ഈ ആളുകൾ വലിയ തരത്തിൽ ഈ രഥം വലിക്കുക എന്നത് നമുക്കറിയാം. ഈ വിവിധ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ രഥ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ രഥങ്ങൾ ഒരിക്കലെങ്കിലും തൊടുക, അത് തങ്ങളുടെ വലിക്കുന്ന ചടങ്ങിന് ഭാഗമാകുക എന്നത് ഭക്തരെ സംബന്ധിച്ച് വലിയ കാര്യമായി തന്നെ കണക്കാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ രഥം വലിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എല്ലായിടത്തും കാണുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ മുന്നൊരുക്കം എല്ലാ തലത്തിലും പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അത് നടത്തുന്നതുമാണ്. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. പ്രധാനപ്പെട്ട രഥങ്ങളിൽ ഒന്നിന്റെ കയറിലേക്ക് കൂടുതൽ ആളുകൾ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് വലിച്ചു കൊണ്ടുപോകുന്ന ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ ഒരേ സമയം എത്തിച്ചേരുന്നതാണ് കണ്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പരമാവധി അവരുടെ ആളുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു ചെറിയ പ്രദേശത്ത് ഒത്തുകൂടിയത്. നിരവധി ആളുകൾ ഈ ഒരേ സമയം തന്നെ രഥത്തിന് പിന്നാലെ വരുന്ന ഒരു സാഹചര്യം പോലീസിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ആർക്കും ജീവഹാനി ഇതുവരെ സംഭവിച്ചതായി റിപ്പോർട്ടില്ല. എന്തായാലും 8 പേരുടെ നില ഗുരുതരമാണ്. അവരെയൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, നേരത്തെ ബംഗളൂരു ദുരന്തമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ആ സ്ഥലത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ ആംബുലൻസ് സൗകര്യം കൃത്യമായി തന്നെ ഒരുക്കാനുള്ളത് പലപ്പോഴും ഈ തിരക്കിന്റെ സമയത്ത് ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിനൊരു പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. സമാനമായി ഇവിടെയും റോഡുകൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ പരിക്കേറ്റ് ഗുരുതരമുള്ള എല്ലാവരെയും തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം 8 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നത് മാത്രമാണ്. മറ്റ് ചടങ്ങുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ചടങ്ങുകൾ ആ രീതിയിൽ തുടരുന്നുണ്ട്. പക്ഷെ 500-ലധികം പേർക്കാണ് ഈ പരിക്കേറ്റിരിക്കുന്നത്. ശരി, ഒഡീഷ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കിടെ വൻ അപകടമുണ്ടായിരിക്കുകയാണ്. 500-ലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 8 പേരുടെ നില ഗുരുതരമെന്നാണ് പുറത്തുവരുന്ന വിവരം. രുചീഷ് വി രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.